ആണവ പദ്ധതിയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ ആക്രമണം കടുപ്പിച്ച് ഇറാനും ഇസ്രയേലും. ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇറാൻ ശക്തമായതായി ഇസ്രായേൽ സൈന്യത്തിന്റെ വിലയിരുത്തൽ. ഇറാൻ ആക്രമണം കടുപ്പിച്ചതോടെ ഇസ്രായേലിലുടനീളം ജാഗ്രതാ മുന്നറിയിപ്പും ഉയർന്നു. സാങ്കേതിക പ്രശ്നങ്ങളും തലയെറിഞ്ഞ സർവീസ് ഷെഡ്യൂളിംഗും UAE-യിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 87 വിമാന സർവീസുകൾ ഇതുവരെ റദ്ദാക്കി. ഈ മാസം 30 വരെ കേരളത്തിലേക്ക് മാത്രം റദ്ദ് ചെയ്തത് 40 സർവീസുകൾ. ഇറാനുമായുള്ള യൂറോപ്യൻ യൂണിയന്റെ സമാധാന ചർച്ചകൾ തുടരാൻ ഇസ്രായേലിന്റെ ആക്രമണം കുറയ്ക്കണമെന്ന് സമ്മർദ്ദം ചെലുത്താൻ താനില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. തൊഴിൽ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കടക്കാരായി മാറി UK-യിലെ ബിരുദധാരികൾ. ബിരുദം പൂർത്തിയാക്കുന്നതിന് സർക്കാർ വായ്പകൾ ആശ്രയിക്കുന്ന ഇംഗ്ലണ്ടിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർഷത്തിൽ 10% വർധനവ്. ഇംഗ്ലണ്ടിലും വെയിൽസിലും വീശുന്ന ഉഷ്ണതരംഗത്തിൽ കടുത്ത ജീവനഷ്ടമെന്ന സൂചന നൽകി ശാസ്ത്രജ്ഞർ. ശനിയാഴ്ച മുതൽ വടക്കൻ ഇംഗ്ലണ്ടിന്റെ വലിയ ഭാഗങ്ങളിൽ ഇടിമിന്നലും ഏറ്റവും തീവ്രമായ കൊടുങ്കാറ്റ്, ശക്തമായ കാറ്റ്, വെള്ളപ്പൊക്കം എന്നിവയ്ക്കും സാധ്യത. അടുത്ത 10 വർഷം കൊണ്ട് ഇംഗ്ലണ്ടിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും DNA സ്ക്രീനിംഗ് നടത്തണമെന്ന് ശുപാർശ. UAE-യിൽ വിദേശ വ്യാപാരത്തിനായി പുതിയ മന്ത്രാലയം രൂപീകരിച്ചു. വിദേശ വ്യാപാര മന്ത്രിയായി ഡോക്ടർ താനി അൽ സയ്യൂദിയെ നിയമിച്ചു. UAE സാമ്പത്തിക മന്ത്രാലയം ഇനി അറിയപ്പെടുക UAE സാമ്പത്തിക വിനോദസഞ്ചാര മന്ത്രാലയം. ശശി തരൂരിന്റെ വിദേശ നയതന്ത്ര ദൗത്യം വീണ്ടും. UK, റഷ്യ, ഗ്രീസ് എന്നീ രാജ്യങ്ങളുമായി കൂടിക്കാഴ്ച നടത്താനും ഇന്ത്യയ്ക്കായി കൂടുതൽ രാജ്യങ്ങളെ പിന്തുണ ഉറപ്പാക്കാനും ദൗത്യം. വാർത്തകൾ വിശദമായി. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആണവ ഭീഷണിക്ക് മുന്നിൽ മുട്ടുകുത്തില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു. ഇതോടെ തിരിച്ചടിച്ച് ഇറാൻ ആക്രമണം കടുപ്പിച്ചതോടെ ഇസ്രായേലിലുടനീളം ജാഗ്രതാ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചു. ഹോം ഫ്രണ്ട് കമാൻഡാണ് പൊതുജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയത്. ഇറാൻ നടത്തുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേലിലുടനീളം പതിച്ചു തുടങ്ങി. ഹൈഫയിൽ മിസൈൽ പതിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ടെൽ അവീവിലും വെസ്റ്റ് ബാങ്കിലുമൊക്കെ ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യം കണ്ടു. ബീർഷബ, ജെറുസലേം തുടങ്ങിയിടങ്ങളിലും മിസൈൽ ആക്രമണമുണ്ടായി. അതേസമയം ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ഇറാൻ കൂടുതൽ ശക്തമായെന്ന് ഇസ്രായേലി സൈന്യത്തിന്റെ വിലയിരുത്തൽ പുറത്തുവന്നു. ഇസ്രായേലി മാധ്യമമായ ജെറുസലേം പോസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ വിള്ളലുകളോ അസ്ഥിരത ലക്ഷണങ്ങളോ കാണുന്നില്ലെന്നും സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പത്രത്തോട് പറഞ്ഞു. ശക്തമായ ആക്രമണത്തിന് പിന്നാലെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിയുമെന്നും അതിലൂടെ ഇസ്രായേലിന് അനുകൂലമായ സർക്കാർ സ്ഥാപിക്കാമെന്നുമായിരുന്നു ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇറാനിലും പുറത്തും ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിക്കും ഭരണകൂടത്തിനും പിന്തുണ വർദ്ധിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. ആണവ കേന്ദ്രങ്ങൾ തകർത്തതോടെ ഇറാന്റെ ആണവ പദ്ധതിയിൽ നിന്നും ആ രാജ്യം 2 വർഷമെങ്കിലും പിന്നോട്ട് പോയതായി ഇസ്രായേൽ. അമേരിക്കൻ വ്യോമാക്രമണങ്ങൾ ഒഴിവാക്കാൻ ടെഹ്റാനിൽ 2 ആഴ്ചത്തെ സമയപരിധി അനുവദിച്ചിട്ടുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് 1 ദിവസത്തിന് ശേഷമാണ് ഇസ്രായേലിന്റെ ഈ അവകാശവാദം. മധ്യ ഇറാനിലെ മിസൈൽ സംഭരണശാലകൾക്കും വിക്ഷേപണ കേന്ദ്രങ്ങൾക്കും നേരെ ഇസ്രായേലി വ്യോമസേന പുതിയ ആക്രമണം നടത്തിയതായും ഇസ്രായേൽ ആവശ്യപ്പെട്ടു. ഇറാന് ഒരു ആണവ ബോംബ് ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞത് 2-3 വർഷത്തേക്ക് വൈകിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ ഫ്രഞ്ച് ഏജൻസി ഫ്രാൻസ് പ്രസിനോട് വെളിപ്പെടുത്തിയത്. ഇസ്രായേൽ തൻ്റെ രാജ്യത്തിനെതിരെ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്താൽ മാത്രമേ അമേരിക്കയുമായി ഇനി അങ്ങോട്ട് കൂടുതൽ നയതന്ത്ര ബന്ധങ്ങളോ ചർച്ചകളോ ഉണ്ടാകൂ എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നിലപാട് വ്യക്തമാക്കി. ജനീവയിൽ യൂറോപ്യൻ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയൊന്നും അവകാശപ്പെടാനുമായില്ല. ചർച്ചയിൽ ഒരിടത്തും നയതന്ത്രപരമായ ഒരു വഴിത്തിരിവിൻ്റെയോ US-മായുള്ള ചർച്ചകളുടെ പുനരാരംഭത്തിൻ്റെയോ സൂചനകൾ ലഭിച്ചില്ല. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ എന്നിവയുമായി ചർച്ച തുടരുന്നതിന് തങ്ങൾ പിന്തുണയ്ക്കുന്നതായും അരാഗ്ചി പറഞ്ഞു. ഇറാനുമായുള്ള യൂറോപ്യൻ യൂണിയന്റെ സമാധാന ചർച്ചകൾ തുടരാൻ ഇസ്രായേലിന്റെ ആക്രമണം കുറയ്ക്കണമെന്ന് സമ്മർദ്ദം ചെലുത്താൻ തനിക്കാകില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ആ അഭ്യർത്ഥന ഇപ്പോൾ നടത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് കരുതുന്നതായും തങ്ങൾ ഇറാനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും എന്താണ് സംഭവിക്കുകയെന്ന് കാത്തിരുന്ന് കാണാമെന്നുമായിരുന്നു ട്രംപിന്റെ മറുപടി. ഇതൊരു അപകടകരമായ നിമിഷമാണെന്നും സംഘർഷം വ്യാപിക്കുകയാണെന്നും വെള്ളിയാഴ്ച അരാഗ്ചിയും ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ജർമ്മൻ വിദേശകാര്യ സെക്രട്ടറിമാരുമായി ചർച്ചയ്ക്ക് ശേഷം UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയും പ്രതികരിച്ചു. ഇറാൻ ആണവ പ്രശ്നത്തിന് സൈനിക മാർഗങ്ങളിലൂടെ കൃത്യമായ പരിഹാരമില്ല. സൈനിക നടപടികൾക്ക് ആ പദ്ധതികൾ വൈപ്പിക്കാൻ കഴിയുമെങ്കിലും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബരോട്ടും പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് നിർദ്ദേശിച്ച പാകിസ്ഥാൻ. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം നൽകണമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഔദ്യോഗികമായുള്ള ശുപാർശ. നയതന്ത്ര ഇടപെടലുകളിലെ കഴിവ് പരിഗണിച്ച് 2026 നൊബേൽ സമ്മാനം ട്രംപിന് നൽകണമെന്നാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഇന്ത്യ പാക് സംഘർഷത്തിൽ താൻ ശക്തമായി ഇടപെട്ടു എന്ന അവകാശവാദം ട്രംപ് വീണ്ടും ആവർത്തിച്ചു. They won't
won't give me a Nobel Peace Prize because they only give it to liberals. നമസ്കാരം. ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തലിന് ട്രംപിന്റെ ഇടപെടൽ ഒരു സമയത്ത് വാർത്തകൾ നിറഞ്ഞു നിന്നതാണ്. അതായത് ട്രംപ് ഇടപെട്ടിട്ടാണ് ഇന്ത്യ വെടിനിർത്തൽ നടത്തിയത് എന്ന്. അതിൻ്റെ ഉപകാര സ്മരണയായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ട്രംപിനെ നൊബേലിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ട്രംപും ഖലിസ്ഥാൻ തീവ്രവാദികളും തമ്മിലുള്ള ബന്ധം അടുത്തിടെ പുറത്തു വന്നിരുന്നു. അതിനു പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഈ അമിത സ്നേഹവും. നേരത്തെ പാക് സൈനിക മേധാവി അസിം മുനീർ ട്രംപിനെ വൈറ്റ് ഹൗസിൽ വിരുന്നൊരുക്കിയിരുന്നു. അപ്പോൾ തന്നെ സമാധാനത്തിനുള്ള നൊബേൽ നിർദ്ദേശിക്കണമെന്ന ആഹ്വാനവും വന്നിരുന്നു. ട്രംപ് അസിം മുനീറുമായി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഈ ആഹ്വാനം വന്നത്. ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇപ്പോൾ ട്രംപിന് നൊബേൽ സമ്മാനത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ നിർദ്ദേശിച്ചെന്നാണ് പാകിസ്ഥാന്റെ പക്ഷം. നയതന്ത്ര ഇടപെടലുകളിലെ കഴിവ് പരിഗണിച്ച് 2026 സമാധാന നൊബേൽ സമ്മാനം നൽകണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. ഇതിനിടെ ഇന്ത്യ പാക് സംഘർഷത്തിൽ താൻ ഇടപെട്ടു എന്ന വാദവുമായി വീണ്ടും ട്രംപ് രംഗത്തെത്തി. എന്നാൽ ആ വാദത്തെ മോഡി മുനയൊടിച്ചു നിർത്തി. ഇതുകൊണ്ട് മാത്രം തനിക്ക് നൊബേൽ കിട്ടില്ലെന്നും, അതായത് നൊബേൽ സമ്മാനത്തിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ തനിക്ക് തൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം നൊബേൽ കിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്.